നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഹാ, അച്യുത് മോനെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഈ ചടങ്ങിന്റെ കാര്യ ഞാൻ നേരത്തെ പറഞ്ഞത് സർ. ഫോണിലൂടെ തന്നെ അന്നദാനത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. അല്പം വൈകിയാണെങ്കിലും അത് നടക്കുന്നുള്ളത് ഉറപ്പാ. ഓ, താങ്ക് യു പ്രസാദ്, താങ്ക് യു വെരി മച്ച്. അല്ല, അച്യുത് ആർക്ക് വേണ്ടിയാ ബലിയിടുന്നേ? അഞ്ജലിയുടെ ചേച്ചിക്ക് വേണ്ടിയാണ് സർ. ഇന്നാണ് ആ ബലി. ഓ, ഐ സി. ശരി വാമനെ, നീ ഇനി എന്റെ കൂടെ നടന്നോ. എന്റെ വലം കൈയല്ലേ നീ. ആൺമക്കളെയാ അച്ഛന്മാര് വലം കൈ എന്ന് പറയുന്നത്. ഇവനും എന്റെ മകൻ തന്നെയാ. സംശയമുണ്ടോ തനിക്ക്? അയ്യോ ഇല്ലേ. വാടാ. ആ, വേണേട്ടാ മതി, ഇനി എനിക്ക് ഓടാൻ വയ്യ. ഇനി പറ, എന്താ ഇത്ര പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്? ഒരേ ഒരു കാര്യം, ഞാൻ ആവശ്യപ്പെടുന്ന ഈ കാര്യം നടത്തി തരാൻ ഈ ലോകത്ത് നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിനക്ക് മാത്രം. വേണുവേട്ടൻ ഇത് പറഞ്ഞെന്നെ പേടിപ്പിക്കുകയാണല്ലോ. എന്താ കാര്യമെന്ന് പറ. വെറുതെ പറഞ്ഞതല്ല, എനിക്ക് വേണ്ടി മാത്രമായി ആവശ്യപ്പെടുന്നതുമല്ല. ഒരു ഗ്രാമം മുഴുവനുമാ നിന്റെ മറുപടിക്കായി കാത്തിരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ, നിന്റെ സമ്മതത്തിനായി വഴിപാട് നേർന്നിരിക്കണവർ. തൃപ്പങ്കോട്ട് ദേശത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. തൃപ്പങ്കോട്ട വാസുദേവന്റെയും സുഭദ്രാമ്മയുടെയും പ്രിയപ്പെട്ട പ്രജകളെ പറ്റി. ഞാൻ എന്താ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? 2 കാര്യങ്ങൾ. വരുന്ന പൗർണമിക്ക് പൂർണ്ണകുംഭ പ്രദക്ഷിണം, പിന്നെ ഉടവാൾ സമർപ്പണ പൂജയും. അറിയാലോ ഉത്സവത്തെ പറ്റി. ഈ വരുന്ന ധനുമാസത്തിലെ പൗർണമി നാളിൽ രാധ തൃപ്പങ്കോട്ടേക്ക് തിരിച്ചു വന്നേ പറ്റൂ. പ്രപിതാമഹന്മാരുടെ ആത്മാക്കളെയും തൃപ്പങ്കോട്ട ജനതയെയും സാക്ഷിയാക്കി അവിടുത്തെ അംശാധികാരം ഏറ്റെടുക്കണം. പൂർണ്ണകുംഭ പ്രദക്ഷിണവും ഉടവാൾ പൂജയും നടത്തി ദേവീനടയിലെ തിരുവുത്സവ ചടങ്ങുകൾ പൂർത്തിയാക്കണം. നാടിന്റെ നഷ്ടപ്പെട്ട ഐശ്വര്യവും ഐക്യവും വീണ്ടെടുക്കണം. അതാണ് ആവശ്യം. എന്താ നീ ആലോചിക്കുന്നത്? ഞാൻ എങ്ങനെയാ ഈ അവസ്ഥയില്? ഒരവസ്ഥയുടെ ഇളവുമില്ല ഇവിടെ. നിനക്ക് മാത്രമേ അത് പറ്റൂ. അതാണ് കീഴ്വഴക്കവും. തൃപ്പങ്കോട്ട രാജരക്തം സിരയിലോടുന്ന രാധയോട് ഞാനത് ഇനിയും പറഞ്ഞു മനസ്സിലാക്കണോ? ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷയാണ്. നീ ഒരു രസ് പറഞ്ഞാൽ അവരെല്ലാം നിന്റെ കൂടെ ഉണ്ടാവും എപ്പോഴും. എനിക്കറിയാം വേണുവേട്ടാ, ഞാൻ മനസ്സിലാക്കുന്നു കാര്യങ്ങള്. പക്ഷേ എന്താ ഈ പക്ഷേ? എനിക്കൊന്ന് ആലോചിക്കണം. അതിന് അല്പം സമയം വേണം എനിക്ക്. എന്ന് പറഞ്ഞാൽ വരാൻ പറ്റില്ലെന്നാണോ? അയ്യോ, നോന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ. ആലോചിക്കാൻ അല്പം സമയമല്ലേ ചോദിച്ചത്? പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.